പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്നായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, വിശുദ്ധിയിൽ ഭയങ്കരനും പ്രവൃത്തിയിൽ ശക്തനുമായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഹോദരങ്ങളെ, വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്കായി ഇന്ന് പകലും പ്രവർത്തിച്ച് സമാധാനത്തോടെ നിങ്ങളെ കാക്കുന്ന ദിവസമായി മാറട്ടെ. സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു പകലായി മാറട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയിൽ, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ കർത്താവിനെ ആരാധിച്ച് ബലപ്പെട്ട് തിരുനാമത്തിൻ്റെ മഹത്വം നിങ്ങളോട് വെളിപ്പെടുത്തുന്ന ഓരോ ദിനങ്ങളായി മാറട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് നിന്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ പൈതലാക്കി തീർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ദാനമായ പ്രഭാതം, ഈ പ്രഭാതം ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അനേക പ്രഗത്ഭന്മാർ പട്ടുപോയ പോർക്കളത്തിലാണ് നാം നിങ്ങൾ ഓരോരുത്തർ നിൽക്കുന്നത്. നാം നിൽക്കുന്നവൻ്റെ കൃപയിലായിരുന്നതുകൊണ്ട് വീഴാതെ വണ്ണം ദൈവം സൂക്ഷിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം 147 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. 147 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യമാണ്. നമ്മുടെ കർത്താവ് വലിയവനും ശക്തനുമാകും. അവിടെ എഴുതിയിരിക്കുന്ന വലിയവനും ശക്തിയേറിയവനുമാകുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥനയോട് ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: ദൈവത്തിൻ്റെ വിവേകത്തെ പറ്റി ആരായുവാനോ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക് അളക്കുവാനോ നമുക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ, ശ്രദ്ധിക്കണം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷ അവരോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ രാത്രി ദൈവം ഇടപെട്ട ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കാതെ താൻ അനുഭവിച്ച വ്യഥയും കഷ്ടതയും അതിൻ്റെ മുമ്പിൽ ഒരുപാട് ചരിത്രമാണ്. എന്നാൽ അബ്രഹാമിനോട് ദൈവം 17-ാം അധ്യായത്തിൽ പറയുകയാണ്, 14, 15, 16 നമ്മളൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ഹാഗറിൻ്റെ അടുത്തേക്ക് സാറായുടെ വാക്ക് കേട്ട് കടന്നുപോയി. ഹാഗാറിലൂടെ പിന്നുണ്ടായ തലമുറയിലൂടെ വന്ന ഇസ്മായിലൂടെ വന്ന പ്രതികൂലം വളരെ വലുതായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തെ ബാധിച്ചു. എന്നാൽ അബ്രഹാം പിന്നെ അവനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല. സർവശക്തിയുള്ള ദൈവത്തിന് മുമ്പിൽ ഒന്നും അസാധ്യങ്ങളില്ല സഹോദരങ്ങളെ. ആ വാക്കിൻ്റെ ആഴം അത് മനസ്സിലാക്കണം. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം എന്ന് പറഞ്ഞു. ദോഷം ചെയ്യുന്ന ഹൃദയത്തിന് ഉടമയാകാതെ, എഴുതിയാടി ചെയ്യുന്നൊരു ഹൃദയത്തിന് ഉടമയാകാതെ, മറ്റുള്ളവർക്ക് ഭാരം ഉണ്ടാക്കുന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയാകാതെ, ഒരു വ്യക്തിക്ക് നീ ഒരു ഭാരമായി തീരാതെ ദൈവസനെ നിഷ്കളങ്കനായി നടക്കാനാണ് ദൈവം പറയുന്നത്. അബ്രഹാമിനോട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ശിശുക്കളെ പോലെ ആയി നിങ്ങൾ മടങ്ങി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കില്ല എന്ന് പറഞ്ഞ കാരണം അതാ. ശിശുക്കളെ പോലെ ആവണം, നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയാവണം. പാപം വെച്ച് പുലർത്തി, ശാപം വെച്ച് പുലർത്തി ദൈവത്തെ മാമോനെ സേവിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് നിഷ്കളങ്കതയുടെ ഉടമയായി മാറണം. നിഷ്കളങ്കത നിന്റെ ജീവിതത്തിൻ്റെ മുഖ്യമായിരിക്കണം. തുറന്ന മനസ്സോടെ സംസാരിക്കണം. സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാൻ പറഞ്ഞു. അബ്രഹാം ഭയപ്പെട്ട് കാണും, തീർച്ചയായിട്ടും. ചില വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവനോട് സംസാരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, സർവശക്തിമാനായ ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം: ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വഴികൾ വിചാരിച്ചാൽ സൗരങ്ങളെ ഒന്ന് എണ്ണിത്തീർക്കാൻ കഴിയാത്തതാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയാത്തതാണ്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിൻ്റെ ശിലേക്ക് നേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ? യഹോവ വലിയവനും ശക്തിയുള്ളവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. 147:5 പറയുക, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ,
അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഗ്രഹിച്ചുകൂടാതെ വണ്ണം ആലോചനകളെ, ഗ്രഹിച്ചുകൂടാതെ വണ്ണം ആഴങ്ങളെ, ഗ്രഹിച്ചുകൂടാതെ വണ്ണം സകലത്തിന്മേലും നമുക്ക് ഗ്രഹിപ്പാനോ ചിന്തിപ്പാനോ കഴിയുന്നതിന് അപ്പയോ 1000, 10,000 കോടിക്കണക്കിന് ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം വിളിച്ചു പറയുന്നു. അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന്. ആദിയിൽ തന്നെ അവസാനം അറിയുന്നവൻ. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. കാര്യം അവൻ ദൈവമാണ്. ഇവിടം കൊണ്ട് ജനിച്ച് ഇവിടം കൊണ്ട് തീർന്ന് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ദൈവത്തിന്. ദൈവം മരിക്കുന്നില്ല. ദൈവം ആത്മാവ്. അവൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. വിശുദ്ധ ഹൃദയം, വിശുദ്ധിയുള്ളിടത്തെ അവൻ വസിക്കത്തുള്ളൂ, അശുദ്ധിയിൽ വസിക്കത്തില്ല. വിശുദ്ധി എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള വിശുദ്ധി, കുളിച്ചു ജീവിതത്തിൽ അങ്ങനെ നടക്കുന്നതല്ല, സ്പ്രേ അടിച്ച് നടക്കുന്നതല്ല വിശുദ്ധി. ജീവിത വിശുദ്ധി വേണം, വേർപാട് വേണം, സത്യത്തിൽ നടക്കണം, ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ഒരുങ്ങണം, ദൈവിക പ്രമാണത്തിൽ നിലനിൽക്കണം. ഇതൊന്നും അറിയാതെ വിശുദ്ധനാന്ന് പറഞ്ഞ് നടന്നാൽ ദൈവം അതൊരിക്കലും അംഗീകരിക്കത്തില്ല. പുറമേ വെള്ളയിട്ടത് കൊണ്ടോ പുറമേ ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ അത് ചെയ്തുകൊണ്ട് ഒരിക്കലും ഞാൻ വിശുദ്ധനാവുന്നില്ല. എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് പകരുന്നതാകണം. ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ കൊള്ളുന്ന ഒരു പാത്രമായി നിൻ്റെ ഹൃദയം മാറണം. ഇവിടെ പറയുന്ന വാക്കാണ്, അവൻ്റെ ബുദ്ധി അഭ്രമേയമത്രേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യഹോവയുടെ അത്ഭുതകരം ക്ഷീണിച്ചു പോകുന്നവരിൽ ബലം പകരുന്നത്. അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അഭ്രമേയമത്രേ. സർവശക്തിയുള്ളവനായ ദൈവം ക്ഷീണിക്കുന്നില്ല, സർവശക്തനായ ദൈവം തളർന്നു പോകുന്നില്ല. കാരണം അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു അവൻ്റെ ബുദ്ധി അഭ്രമേയമത്രേ. ഇന്ന് പകൽക്കാലം സർവശക്തൻ്റെ തണലിൽ അബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തെ കാണുവാൻ വിശ്വാസത്തോടെ പാദം വയ്ക്കുക. സ്വർഗം നിന്നെ അനുഗ്രഹിച്ച് ഉറപ്പിക്കുന്ന പകലായി മാറട്ടെ. ദൈവാത്മാവിൻ്റെ ബലം ഏറ്റെടുത്ത് നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പകലായി മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം യഹോവയുടെ ബുദ്ധി അഭ്രമേയമത്രേ. സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്തായി ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കും. വിശ്വസിക്കുമോ? സ്വർഗസ്നാദിയും മാനിച്ചുയർത്തട്ടെ. ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു.